Dear students, have a nice time. In the last classes, we were discussing about autonomous systems, their critical points, different types of critical points, and the stability of critical points. ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ലിയാപ്നോസ് ഡയറക്റ്റ് മെത്തേഡ് എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് കുറച്ച് കൺക്ലൂഷൻസ് നടത്താണ്. So it is intuitively clear that if the total energy of a physical system has a local minimum at a certain equilibrium point, then that point is stable. ഏതെങ്കിലും ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി അതിൻ്റെ ഒരു certain ഇക്വിലിബ്രിയം പോയിന്റിൽ മിനിമം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഒരു സ്റ്റേബിൾ പോയിന്റ് ആയിരിക്കും എന്ന ഒരു ഫിസിക്കൽ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ലിയാപ്നോവ് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ലിയാപ്നോസ് ഡയറക്റ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. So we shall discuss Lyapunov's direct method and some of its applications. So we consider the autonomous system dx by dt equal to capital F of xy and dy by dt equal to g of xy. And as usual, we assume that the system has a isolated critical point, a single isolated critical point, and let it be 0, 0. സോ നമ്മൾ ഈ സിസ്റ്റം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് ലഭിച്ച ഒരു സൊല്യൂഷൻ പാത്താണ് സി ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് വിചാരിക്കാം. നൗ വി കൺസിഡർ എ ഫംഗ്ഷൻ ക്യാപിറ്റൽ ഇ ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ എ റീജിയൻ കണ്ടെയ്നിങ് ദിസ് പാത്ത്. ഈ ഓട്ടോണോമസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിൽ കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുമായ ഒരു ഫംഗ്ഷനാണ് ഇ ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് ഈ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിൽ ഇ ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണ്, ഡോ ഇ ബൈ ഡോ എക്സും ഡോ ഇ ബൈ ഡോ വൈയും കണ്ടിന്യൂസ് ആണ്. സോ ഇഫ് എ പോയിന്റ് എക്സ് വൈ മൂവ്സ് അലോങ് ദ പാത്ത് in accordance with the equations x equal x of t and y equal to y of t, then e of xy can be regarded as a function of t along c. x equal x of t, y equal y of t എന്നത് നമ്മുടെ പാത്തിൻ്റെ സൊല്യൂഷൻ പാത്തിൻ്റെ ഇക്വേഷൻ ആണ്. ഈ പാത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിലാണ് ഇ ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു കഴിഞ്ഞു. സോ ഇഫ് വി കൺസിഡർ ഓൺലി ദ പോയിന്റ്സ് ഓൺ ദിസ് പാത്ത്, that is, we are considering the point xy such that x equal x of t and y equal y of t alone in the particular region, then we can consider e of xy as a function of t along c. c എന്ന കർവ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പാത്ത് ഉൾപ്പെടുന്ന ഒരു റീജിയനിലാണ് ഇ ഓഫ് എക്സ് വൈ നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തത്. ഇനി നമ്മൾ ഈ റീജിയനിലുള്ള മൊത്തം പോയിന്റ്സ് പരിഗണിക്കാതെ ഈ പാത്തിലുള്ള പോയിന്റ്സ് മാത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ we can consider the function e of xy as a function of t along the path c. And what will be the rate of change then along this path? What will be the rate of change of the function e of xy? That is dE by dt, rate of change of e with respect to time. So this is equal to dou e by dou x into dx by dt plus dou e by dou y into dy by dt, since e is a function of both x and y. And here according to our system, autonomous system, dx by dt equal to capital F of xy and dy by dt equal to g of xy. So we have dE by dt equal to dou e by dou x into f plus dou e by dou y into g. So this formula is the heart of Lyapunov's ideas, and in order to exploit it we need several definitions that specify the kinds of functions we shall be interested in. ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇനിയുള്ള ലിയാപ്നോസ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഡിസ്കഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് എ ഹാർട്ട് ഓഫ് ദാറ്റ് ഐഡിയാസ്. ആൻഡ് ഹിയർ വി ഹാവ് ഡി ഇ ബൈ ഡി ടി ഇക്വൽ ടു ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഇൻറ്റു ജി. ഇനി ആ കാണുന്ന ഡിസ്കഷനിലേക്ക് പോകണമെങ്കിൽ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ഡെഫിനിഷൻസിൻ്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ദ ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ വിച്ച് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ സം റീജിയൻ കണ്ടെയ്നിങ് ദ ഒറിജിൻ. ഇഫ് ഇ വാനിഷസ് എറ്റ് ദ ഒറിജിൻ so that e of 0, 0 equal to 0, then it is said to be positive definite if e of xy greater than 0 for xy not equal to 0, 0, and negative definite if e of xy less than 0 for xy not equal to 0, 0. So we have two definitions here, positive definite function and negative definite function. e of xy എന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത പറഞ്ഞത് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ സം റീജിയൻ കണ്ടെയ്നിങ് ദ ഒറിജിൻ. ഒറിജിനിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ
സീറോ എന്നാണ് തന്നിട്ടുള്ളത്. ഇ ഓഫ് 0 0 0 ആയിരിക്കണം. ആ കേസിൽ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും 0 0 എന്ന ഒറിജിൻ അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ വി സേ ദാറ്റ് ഇ ഓഫ് എക്സ് വൈ ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ആൻഡ് excluding the point 0 0, if e of xy is always negative, we have such a function e of xy negative definite function. Similarly, e is called positive semi-definite if e of 0 0 equal to 0 and e of xy greater than or equal to 0 for xy not equal to 0 0. പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷനും പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 0 എന്ന പോയിന്റിൽ മാത്രമേ 0 ആവാൻ പാടുള്ളൂ. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ 0 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അതല്ലാത്ത പോയിന്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയേക്കാം. പക്ഷേ ബാക്കി എല്ലാത്തിലും 0 അല്ലാത്ത വാല്യൂസിലെല്ലാം തന്നെ ഇത് പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ. അതുപോലെ നമ്മൾ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ in that e of 0 0 should be equal to 0 and e of xy is less than or equal to 0 for xy not equal to 0 0. So it is clear that functions of the form a into x raised to 2m plus b into y raised to 2n, where a and b are positive constants and m and n are positive integers, are positive definite. ഇത്തരത്തിലൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. a into x raised to 2m plus b into y raised to 2n. ഇവിടെ എമ്മും എന്നും പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. എയും ബിയും പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണ് എന്നും വിചാരിക്കാം. ആ കേസിൽ ഈ കാണുന്ന ഫംഗ്ഷൻ ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആണ്. അതുപോലെ എമ്മും എന്നും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കുകയും എയും ബിയും നെഗറ്റീവ് ആവുകയും ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സച്ച് എ ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ ഇസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. അതെല്ലായ്പ്പോഴും ആ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ എക്സിനും വൈക്കും നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും എയും ബിയും പോസിറ്റീവാണ്, എമ്മും എന്നും പോസിറ്റീവാണ് എങ്കിൽ എക്സിന് നിങ്ങൾ നെഗറ്റീവ് കൊടുത്താൽ പോലും ഇവിടെ എന്ത് സംഭവിച്ചു, നെഗറ്റീവ് 1 ആണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് 1 റേസ് ടു എം ഹോൾ സ്ക്വയർ എന്ന് വന്നു. സ്ക്വയർ എടുക്കുന്നതോടുകൂടി ഇതെന്തായാലും പോസിറ്റീവായിട്ട് മാറും. അതുപോലെ തന്നെ വൈ റേസ് ടു 2 എന്നും എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഫോർ എനി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കും പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എയും ബിയും പോസിറ്റീവാണ്, എമ്മും എന്നും പോസിറ്റീവ് ആണെങ്കിൽ ഈ കാണുന്ന എക്സ്പ്രഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എക്സിന് 0യും വൈക്ക് 0യും കൊടുത്താൽ മാത്രമേ ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് 0 ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. സോ സച്ച് എ ഫംഗ്ഷൻ ഇസ് കോൾഡ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ. ഇതേ ഫംഗ്ഷനിൽ എയും ബിയും നെഗറ്റീവ് ആവുകയാണെങ്കിൽ സച്ച് എ ഫംഗ്ഷൻ ഇസ് കോൾഡ്, സച്ച് എ ഫംഗ്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ. So we may conclude that e of xy is negative definite if and only if minus e of xy is positive definite. For example, consider the function x raised to 2m into y raised to 2n. Here actually it is product. Okay, x raised to 2m into y raised to 2n. This function is not positive definite, but it is positive semi-definite. കാരണം x raised to 2m into y raised to 2m എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഞാൻ 1 0 എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇത് ശരിക്കും പോയിന്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0 0 0 0 അല്ലാത്ത മറ്റൊരു പോയിന്റാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 0 എന്നാണ് വരിക. കാരണം 1 റേസ് ടു 2m into 0 റേസ് ടു 2n എന്ന് വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. പക്ഷേ എക്സിനും വൈക്കും 0 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് 0 ലഭിക്കുന്നുണ്ട്. ഇനി എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുത്താലും ഇതിന് എല്ലായ്പ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ 0 0 അല്ലാത്ത പോയിന്റ്സിലും ഫംഗ്ഷന് 0 വാല്യൂ വരുന്നുണ്ട്. So that such a function is a positive semi-definite function. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് എക്സ് മൈനസ് വൈ റേസ് ടു 2m കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെയും എക്സിന് 0 വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എക്സ് മൈനസ് വൈ റേസ് ടു 2m എന്നത് 0 എന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ എക്സിന് 2ഉം വൈക്ക് 2ഉം കൊടുത്തു എന്ന് വിചാരിക്കാം. ആ കേസിലും എക്സ് മൈനസ് വൈ റേസ് ടു 2m ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സോ 0 0 അല്ലാത്ത പോയിന്റ്സിലും ഈ ഫംഗ്ഷന് 0 വാല്യൂ ലഭിക്കുന്നുണ്ട്. പക്ഷേ റേസ് ടു 2m എന്നുള്ളത് കൊണ്ട് സ്ക്വയർ വരുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് മാത്രമേ വരുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് പോസിറ്റീവ് ഡെഫിനിറ്റ് ബട്ട് ഇറ്റ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. Now let us define a Lyapunov function. What do you mean by a Lyapunov function? A positive definite function e of xy with the property that dou e by dou x into f plus dou e by dou y into g is negative semi-definite is called a Lyapunov function for the system 1, autonomous system 1, dx by dt equal to capital F, dy by dt equal to g. That was the system. സോ ഒരു ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ എന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ലിയാപുനോവ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ ഇ ഓഫ് എക്സ് വൈ എന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് ഇ ഓഫ് എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 0. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ വരുന്നത്. അതിനോടൊപ്പം ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഇൻറ്റു ജി എന്നത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 0. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സച്ച് എ ഫംഗ്ഷൻ ഇ ഈസ് കോൾഡ് എ ലിയാപുനോവ് ഫംഗ്ഷൻ. ഇ എന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കുകയും ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ ഇൻറ്റു ജി എന്നത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇ എന്നത് ലിയാപുനോവ് ഫംഗ്ഷനായിട്ട് മാറുന്നത്. So here dou e by dou x into f plus dou e by dou y into g was actually de by dt. de by dt യുടെ എക്സ്പ്രഷൻ ആയിട്ടാണ് നമുക്കിത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡി ബൈ ഡി ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ. ലിയാപുനോവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡി ബൈ ഡി ടി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു ടി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് ഇ ഇസ് നോൺ ഇൻക്രീസിങ്. ഇവിടെ ഡി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന ഒരു എക്സ്പ്രഷനും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നോൺ ഇൻക്രീസിങ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഡി ബൈ ഡി ടി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഇ എന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഡി ബൈ ഡി ടി ലെസ് ദാൻ 0 ആവുന്ന കേസിൽ ഇ ഡിക്രീസിങ് ആണ്. അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇ എസ് നോൺ ഇൻക്രീസിങ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അലോങ് ദ പാത്സ് ഓഫ് ദ ഓട്ടോണമസ് സിസ്റ്റം നിയർ ദ ഒറിജിൻ. സോ ദീസ് ഫങ്ഷൻസ് ജനറലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ടോട്ടൽ എനർജി ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം. സോ ഇത്തരമൊരു ഫംഗ്ഷനും ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതാണ് അടുത്ത തിയറത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തിയറം: ഇഫ് ദർ എക്സിസ്റ്റ് എ ലിയാപുനോവ് ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ ഫോർ ദ ഓട്ടോണോമസ് സിസ്റ്റം 1, then the critical point 0 0 is stable. Furthermore, if this function has the additional property that the function 3 is negative definite. Function 3 means it is de by dt. Dou e by dou x into f plus dou e by dou y into g. It is negative definite, then the critical point 0 0 is asymptotically stable. തന്നിരിക്കുന്ന ഒരു ഓട്ടോണോമസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇ ഓഫ് എക്സ് വൈ എന്ന ഒരു ലിയാപുനോവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ക്രിറ്റിക്കൽ പോയിന്റ് 0 0 എന്നത് സ്റ്റേബിൾ ആയിരിക്കും, സ്റ്റേബിൾ ക്രിറ്റിക്കൽ പോയിന്റ് ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇ ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ ഒരു പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇ ഓഫ് എക്സ് വൈ നെഗറ്റീവ് ഡെഫിനിറ്റ് കൂടെയാണ് എങ്കിൽ സച്ച് എ ക്രിറ്റിക്കൽ പോയിന്റ് 0 0 ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു പ്രൂവ്. ആദ്യം നമുക്ക് എന്തായിരുന്നു സ്റ്റെബിലിറ്റി എന്നും എന്തായിരുന്നു അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതും എന്നും ഒന്ന് ഓർത്തെടുക്കാം. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗിവൺ എ സർക്കിൾ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ, സപ്പോസ് ദ ലാർജസ്റ്റ് സർക്കിൾ ഹിയർ ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ഹിയർ. Then if we can find a circle of radius small r inside this larger circle such that if any path C enters the circle's small r, it never goes out of the circle with radius capital R. R എന്ന ക്യാപിറ്റൽ ആർ എന്ന ഒരു സർക്കിൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുള്ളിലായിട്ട് നമുക്ക് സ്മോൾ ആർ റേഡിയസുള്ള ഒരു സർക്കിൾ കണ്ടെത്താനാവണം. ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ? നമ്മളുടെ ഒരു പാത്ത് സ്മോൾ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ അകത്തേക്ക് കടക്കുകയാണെങ്കിൽ പിന്നീട് അത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഈ ക്രിറ്റിക്കൽ പോയിന്റ് 0 0 എന്നത് സ്റ്റേബിൾ ആണ് എന്ന്. ഇനി അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇഫ് ദർ എക്സിസ്റ്റ് എ സർക്കിൾ ഹാവിംഗ് റേഡിയസ് ആർ സച്ച് ദാറ്റ് if a path C enters that circle, then it goes towards the critical point 0 0 as t tend to infinity. നമ്മുടെ പാത്ത് ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് 0 0ലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ as t tend to infinity, we say that such a critical point is asymptotically stable. So in this theorem, we assume that there exists a Lyapunov function corresponding to the autonomous system dx by dt equal to capital F and d by dt equal to g, dy by dt equal to g, and we show that 0 0 is a stable critical point. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എ സ്മോൾ സർക്കിൾ ഹാവിംഗ് റേഡിയസ് സ്മോൾ ആർ ഇൻസൈഡ് ദിസ് ക്യാപിറ്റൽ ആർ, സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. അതിനായി നമ്മൾ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചു. ആ സർക്കിളിന് നമ്മൾ C1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് വൈ എന്ന ലിയാപുനോവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം.
e of xy equal to 0 ആണ് at the point 0, 0 and e of xy is positive definite, that is e of xy is greater than 0 for all xy not equal to 0, 0 and also dE by dt is less than 0. So it is less than or equal to 0. It is negative semi-definite. So dE by dt less than or equal to 0 for all xy not equal to 0, 0. ഇത്തരത്തിലൊരു ലിയോപനോവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത നോക്കിയാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എറ്റ് ദ ഒറിജിൻ ആൻഡ് വാനിഷസ് എറ്റ് ദ ഒറിജിൻ എന്ന് നമുക്കറിയാം. വി അസ്യൂം ദാറ്റ് there is a path C which lies in the domain of definition of the Lyapunov function E. Since E of xy is continuous and positive definite, it has a positive minimum small m on C1. ഈ C1 എന്ന സർക്കിളിലുള്ള ഓരോ പോയിൻറ്റ്സും നമ്മൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ XY എന്ന പോയിൻ്റ് എടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ E of xy എന്ന വാല്യൂ കണ്ടുപിടിക്കാം. ഇത്തരത്തിൽ C1 എന്ന സർക്കിളിൻ്റെ മുകളിലുള്ള എല്ലാ പോയിൻറ്റ്സും എടുത്തിട്ട് അവിടെയെല്ലാം നമ്മൾ E of xy കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂസിൽ മിനിമം വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു E of xy is always greater than 0 for xy not equal to 0, 0. സോ C1 എന്ന സർക്കിളിൻ്റെ മുകളിലുള്ള എല്ലാ പോയിൻറ്റ്സിലും നമ്മൾ E of xy കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആയിട്ട് വരുന്ന വാല്യൂ എന്താണോ ആ മിനിമം വാല്യൂ ആണ് നമ്മൾ എം ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ എം ഇസ് ആക്ച്വലി മിനിമം ഓഫ് ഇ ഓഫ് എക്സ് വൈ ഓൺ ദ സർക്കിൾ C1. C1 എന്ന നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ആർ റേഡിയസ് ആയിട്ടുള്ള ഈ സർക്കിളിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സിലുള്ള ഇ ഓഫ് എക്സ് വൈ വാല്യൂസിൽ മിനിമം വാല്യൂ വരുന്നത് ആ വാല്യൂ എം ആണ് എന്ന് വിചാരിക്കാം. ഇനി ഇ ഓഫ് എക്സ് വൈയുടെ മറ്റൊരു പ്രത്യേകത ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ ആൻഡ് വാനിഷസ് അറ്റ് ദ ഒറിജിൻ. C1 എന്ന സർക്കിളിൻ്റെ മുകളിൽ ഈ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, എം ആണ്, മിനിമം വരുന്നത് എം ആണ്. പക്ഷേ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ നമ്മൾ ഒറിജിനിൽ എത്തുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും അത് 0 ആയി മാറുകയും വേണം. സോ വി ക്യാൻ ഫൈൻഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് സ്മോൾ ആർ ലെസ് ദാൻ ദിസ് ക്യാപിറ്റൽ ആർ സച്ച് ദാറ്റ് the value of E of xy is always less than m inside this circle C2. C1 എന്ന സർക്കിളിൻ്റെ മുകളിൽ ഇ ഓഫ് എക്സ് വൈക്ക് വരുന്ന മിനിമം വാല്യൂ എം ആണ്. പക്ഷേ ഒറിജിനിൽ എത്തുമ്പോഴേക്കും ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ 0 ആയിട്ട് മാറേണ്ടതുണ്ട്. സോ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഇ ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 0ൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് കൊണ്ട് വി ക്യാൻ ഫൈൻഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് സ്മോൾ ആർ about the origin so that E of xy is less than m for all the points inside the C2. C2 എന്ന സർക്കിളിൻ്റെ ഉള്ളിൽ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ എമ്മിനേക്കാൾ ചെറുതായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കണ്ടുപിടിക്കാനാവും. സ്റ്റെബിലിറ്റിയുടെ ഡെഫിനിഷനിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് ഓർക്കുക. ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ ഫിക്സ് ചെയ്തു. വി ഹാവ് ടു ഫൈൻഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് സ്മോൾ ആർ such that if a path enters the circle of radius small r then it doesn't goes out of the circle with radius capital R. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രത്യേക ഡിസ്കഷനിലൂടെ സ്മോൾ ആർ റേഡിയസിൽ ഒരു സർക്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന ലിയോപനോവ് ഫംഗ്ഷൻ്റെ വാല്യൂ സ്മോൾ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉള്ളിൽ ലെസ് ദാൻ എം ആണ്. അത്തരത്തിൽ നമുക്ക് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കണ്ടുപിടിക്കാനാവും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സി എന്ന പാത്ത് കൺസിഡർ ചെയ്യാണ്. സോ ലെറ്റ് സി ഈക്വൽ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ബി എനി പാത്ത് വിച്ച് ഇസ് inside the circle C2 at a particular time t equal to t0. t equal to t0 എന്നൊരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ പാത്ത് സ്മോൾ ആർ റേഡിയസ് ഉള്ള C2 എന്ന സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് വിചാരിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ പാത്ത് t equal to t0ന് ശേഷമുള്ള ടൈമിൽ if t is greater than t0 then it doesn't come out of the circle with radius capital R. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടി ഈക്വൽ ടി നോട്ട് എന്ന പോയിന്റിൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ പാത്ത് C2 എന്ന സർക്കിളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ എം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇ ഓഫ് ടി നോട്ട്, അതായത് ഇ ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ എറ്റ് എ ടൈം ടി ഈക്വൽ ടി നോട്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ എം. ഇനി ഇ എന്നത് ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ഡി ഇ ബൈ ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. So we have dE by dt less than or equal to 0, which implies that the function E is decreasing or it is a constant. Okay, it is non-increasing.
സോ ടി നോട്ട് എന്നൊരു പർട്ടിക്കുലർ ടൈമിൽ ഇയുടെ വാല്യൂ എമ്മിനേക്കാൾ കുറവായിരുന്നു. അതുകൊണ്ട് ഇഫ് ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് ടി നോട്ട് ആയിരിക്കും. കാരണം ഡി ഇ ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു ടൈം നെഗറ്റീവ് ആയതുകൊണ്ട് the function e is a non-increasing function. Therefore, if t greater than t naught, we have e of t is less than or equal to e of t naught, which is less than m here. e of t naught less than m ആണ്. For all t greater than t naught. So, t ക്ക് t naught എന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ പാത്ത് സ്മോൾ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉള്ളിലാണുള്ളതെങ്കിൽ ആ പോയിന്റിൽ ഇ ഓഫ് എക്സ് വൈ ലെസ് ദാൻ എം ആണ്. സോ അതിനുശേഷമുള്ള ഒരു പോയിന്റിലും ഇ ഓഫ് എക്സ് വൈക്ക് എമ്മിനേക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂ വരാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ കർവിന് ഒരിക്കലും ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിനെ ക്രോസ് ചെയ്ത് പുറത്തു പോകാനാവില്ല. കാരണം ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ മിനിമം വരുന്നത് എം ആണ്. സോ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ ഒന്നുകിൽ എം ആയിരിക്കും അല്ലെങ്കിൽ എമ്മിനേക്കാൾ കൂടുതലായിരിക്കും. മിനിമം വാല്യൂ ആണ് എം വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞത് ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും എമ്മിനേക്കാൾ കൂടാനാവില്ല. അതുകൊണ്ട് ഈ കർവിന് ഒരിക്കലും ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിനെ ക്രോസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാനാവില്ല ഇഫ് ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട്. സോ ടി ഈക്വൽ ടു ടി നോട്ട് എന്ന ഒരു പർട്ടിക്കുലർ സമയത്ത് കർവ് അല്ലെങ്കിൽ പാത്ത് സ്മോൾ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉള്ളിലാണുള്ളതെങ്കിൽ അതിനുശേഷം അതായത് ഇഫ് ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട് ദ കർവ് ഡസൻ ഗോസ് ഔട്ട് ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ. So that is a definition of stability of a critical point. So we conclude that 0, 0 is a stable critical point here. So let us go to the proof. Let C1 be a circle of radius small r greater than 0 centered at the origin. Assume that C1 is small enough to lie entirely in the domain of definition of the function E. Capital R radius ഉള്ള സർക്കിൾ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമെയിൻ്റെ ഉള്ളിലാണുള്ളത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അത്തരത്തിലാണ് നമ്മൾ ആർ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. Since e of xy is continuous and positive definite, it has a positive minimum m on C1. C1 എന്ന സർക്കിളിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സിൽ ഇ ഓഫ് എക്സ് വൈക്ക് വരാവുന്ന മിനിമം വാല്യൂ എം ആയിരിക്കും. നെക്സ്റ്റ് ഇ ഓഫ് എക്സ് വൈ അത്തരത്തിലാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇ ഓഫ് എക്സ് വൈ is continuous at the origin and vanishes there. So we can find a positive number small r less than capital R such that e of xy is less than m whenever xy is inside the circle C2 of radius r. ഇ ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണ് അറ്റ് ദ ഒറിജിൻ. ഒറിജിനിൽ എത്തുമ്പോഴേക്കും അത് വാനിഷ് ചെയ്യുകയും വേണം. അതായത് ഇ ഓഫ് 0, 0 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് സീറോനെ റൗണ്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് സച്ച് എ പോസിറ്റീവ് നമ്പർ സ്മോൾ ആർ ഓർ വി ക്യാൻ ഫൈൻഡ് സച്ച് എ സർക്കിൾ ഓഫ് റേഡിയസ് സ്മോൾ ആർ such that e of xy is less than m whenever xy lies inside the circle C2 of radius small r. Now we consider the path c equal to xt by t which is inside C2 for a particular time t equal to t naught. C2ൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇ ഓഫ് ടി നോട്ട് ലെസ് ദാൻ എം ആണ്. കാരണം നമ്മൾ പറഞ്ഞു C2 എന്ന സർക്കിളിൻ്റെ ഉള്ളിൽ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ എല്ലായ്പ്പോഴും ലെസ് ദാൻ എം ആണ്. സോ ഇ ഓഫ് ടി നോട്ട് ഇസ് ലെസ് ദാൻ എം. And since our Lyapunov function is negative semi-definite, we have dE by dt is less than or equal to 0. So it's a non-increasing function. So for t greater than t naught, e of t should be less than or equal to e of t naught and e of t naught is less than m. So t greater than t naught ആണെങ്കിൽ e of t ഒരിക്കലും mന് ഈക്വൽ ആവില്ല. mനേക്കാൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കേർവ് പിന്നീട് ടി ഗ്രേറ്റർ ദാൻ ടി നോട്ടിൽ പാത്ത് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും അത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിനെ ടച്ച് ചെയ്യാൻ അതിനാവില്ല. കാരണം ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ മുകളിലെല്ലാം തന്നെ ഇ ഓഫ് എക്സ് വൈയുടെ വാല്യൂ സ്മോൾ എം ആണ്. ഓക്കെ. സോ സി ക്യാൻ നെവർ റീച്ച് ദ സർക്കിൾ C1 ഫോർ എനി ടി ഗ്രേറ്റർ ദാൻ ടി നോട്ട്. സോ വി ഹാവ് ദ സ്റ്റെബിലിറ്റി. തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇഫ് ഇ ഓഫ് എക്സ് വൈ ഹാസ് ദ അഡീഷണൽ പ്രോപ്പർട്ടി ദാറ്റ് dE by dt is negative definite, that is dE by dt is strictly less than 0 for all xy not equal to 0, 0, then the critical point 0, 0 is asymptotically stable. So to prove this part, it suffices to show that under the additional hypothesis, and our additional hypothesis എന്തായിരുന്നു dE by dt is strictly less than 0. We have E of t tend to 0. E of xy എന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് ഇ ഓഫ് എക്സ് വൈ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. ഇനി ഇ ഓഫ് ടി ടെൻ ടു 0 ആണെന്ന് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സി അപ്രോച്ചസ് ദ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0.
So we begin by observing that since dE by dt is strictly less than 0, അതായത് dE by dt നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫോളോസ് ദാറ്റ് E of t is a decreasing function. Rate of change of t with respect to t less than 0 ആയതുകൊണ്ട് E of t ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. And since by hypothesis E of t is bounded below by 0, E of t എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ പറഞ്ഞു, അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് E വിത്ത് റെസ്പെക്ട് ടു t എന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇയുടെ വാല്യൂ ഡിക്രീസിങ്ങുമാണ്. സോ പോസിറ്റീവ് വാല്യൂ ആയിരിക്കുകയും വേണം, E of tയുടെ വാല്യൂ ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കുകയും വേണം as t tend to infinity. So we can conclude that E of t is bounded below by 0. So we conclude that E of t approaches some limit capital L greater than or equal to 0 as t tend to infinity. As t tend to infinity, E of tയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിന് 0യേക്കാൾ ചെറുതാകാനാവില്ല. അതുകൊണ്ട് ഇറ്റ് അപ്രോച്ചസ് സം ലിമിറ്റ് ക്യാപിറ്റൽ എൽ ആൻഡ് ദാറ്റ് ലിമിറ്റ് ഇസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത്തരം ഒരു വാല്യൂയിലേക്ക്, ഒരു 0യോ പോസിറ്റീവോ ആയ ഒരു വാല്യൂയിലേക്കാണ് E of t അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് t ടെൻഡ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന ഹൈപ്പോത്തസിസ് വെച്ചിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്യാറായി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് L ഈക്വൽ ടു 0 എന്നാണ്. E of t കൺവേർജസ് ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇറ്റ് സഫിസസ് ടു ഷോ ദാറ്റ് ക്യാപിറ്റൽ L ഈക്വൽ ടു 0. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, L ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ വി അസ്യൂം ദാറ്റ് L ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡെഡ്യൂസ് എ കോൺട്രഡിക്ഷൻ. ചൂസ് എ പോസിറ്റീവ് നമ്പർ r bar less than r with the property that E of xy is less than L whenever xy is inside the circle C3 with radius r bar. L greater than 0 ആണ് എന്നതാണ് നമ്മളുടെ അസംഷൻ. Lൻ്റെ പ്രത്യേകത എന്താണ്? ആസ് t tend to infinity, E of t tends to capital L. E of xyയുടെ വാല്യൂ ക്യാപിറ്റൽ Lലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ആസ് t tend to infinity. So we can find a positive number r bar less than r with the property that E of xy is less than L whenever xy is inside the circle C3 with radius r bar. r bar radius ഉള്ള സർക്കിളിൻ്റെ ഉള്ളിൽ E of xy എല്ലായ്പ്പോഴും ലെസ് ദാൻ ക്യാപിറ്റൽ L ആവുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് നമ്പർ r bar നമുക്ക് കണ്ടുപിടിക്കാനാവും. സോ ക്യാപിറ്റൽ L ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ നമ്മൾ r bar റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ സർക്കിളിൻ്റെ ഉള്ളിൽ E of xyയുടെ വാല്യൂ സ്ട്രിക്ട്ലി ലെസ് ദാൻ L ആണ്. അത്തരത്തിലാണ് നമ്മൾ r bar റേഡിയസ് ഉള്ള സർക്കിൾ ഐഡൻറ്റിഫൈ ചെയ്തത്. നൗ വാട്ട് ഹാപ്പൻസ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ C1 ആൻഡ് C3? നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ കണ്ടീഷൻ dE by dt ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നാണ്. dE by dt ഈസ് ലെസ് ദാൻ 0 ഫോർ ഓൾ xy നോട്ട് ഈക്വൽ ടു 0 0. സോ ഈ കാണുന്ന റീജിയനിലെ dE by dt എല്ലായ്പ്പോഴും നെഗറ്റീവാണ്. അത് കണ്ടിന്യൂസും ആയതുകൊണ്ട് d by dt ഈസ് കണ്ടിന്യൂസ് എന്ന കണ്ടീഷനും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടിന്യൂസുമാണ്, നെഗറ്റീവുമാണ്. അതുകൊണ്ട് ഈ റീജിയനിൽ dE by dtക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ടാവും. ആ മിനിമം വാല്യൂവിനെ നമ്മൾ നെഗറ്റീവ് k എന്ന് എടുക്കുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത C എന്ന പാത്ത് നോക്കിയാൽ ഈ C എന്ന പാത്ത് എല്ലായ്പ്പോഴും C3 C1 ഈ രണ്ട് സർക്കിൾസിൻ്റെ ഉള്ളിലായിട്ടാണ് കിടക്കുന്നത്. സോ ഇഫ് യു കൺസിഡർ എ ടൈം t ഗ്രേറ്റർ ദാൻ t0, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് t0ലാണ് കർവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്, അതായത് C2 എന്ന സർക്കിളിൻ്റെ ഉള്ളിൽ കടന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത്. t0ന് ശേഷമുള്ള ഒരു ടൈമാണ് t എന്ന് വിചാരിക്കുക. t ഗ്രേറ്റർ ദാൻ t0ലായിട്ട് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ആ പോയിന്റ് ലൈ ചെയ്യുന്നത് C3 C1 എന്ന സർക്കിൾസിൻ്റെ ഇടയിലുള്ള ഈ ഒരു റിംഗ് റീജിയനിലായിരിക്കും. So what will be the value of E of t for this particular t? So that is equal to E of t0 plus integral t0 to t dE by dt into dt. So if you want to find the value of E of t, it is given by the formula E of t equal to the initial value E of t0 plus integral t0 to t dE by dt dt. dE by dt എന്നാണ് rate of change of E with respect to time എന്ന് പറയുന്നത്. So if we integrate this with respect to time and add to the initial value of E, we will get the value of E at any time t. So from this result we have E of t is less than or equal to E of t0 minus k into t minus t0. Why? We have the assumption that dE by dt is minimum, which is equal to inside the ring between C1 and C3, and the minimum value is minus k. So minimum value means that dE by dt is always less than or equal to negative k.
So here dE by dt is less than or equal to negative k. So E of t is less than or equal to E of t naught minus k into integral t naught to t dt എന്നത് t minus t naught. ഇൻ്റഗ്രൽ ടി ആണ് വരിക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ടി മൈനസ് ടി നോട്ട് എന്ന് ലഭിക്കും. ഡി ഇ ബൈ ഡി ടിക്ക് പകരം നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നെഗറ്റീവ് കെ എന്ന് കൊടുത്തു. സോ ദിസ് ഹാപ്പൻസ് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി നോട്ട്. സോ വാട്ട് ഹാപ്പൻസ് ആസ് ടി ടെൻ ടു ഇൻഫിനിറ്റി, ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് കെ ഇൻറ്റു ടി എന്ന് കിടക്കുന്നത് കൊണ്ട് ആസ് ടി ടെൻ ടു ഇൻഫിനിറ്റി ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി. And E of t is less than or equal to that expression. So we can say that E of t tends to negative infinity as t tend to infinity. But it is a contradiction since we assume that E of t is always greater than or equal to 0. Original E of t 0 ആണ്, ബാക്കി ഒറിജിൻ അല്ലാത്ത എല്ലാ പോയിൻറ്റ്സിനും അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട്. So if L greater than 0 then it will arrive at a contradiction. So we conclude that L equal to 0. That is, what was L here? Limit t tends to infinity E of t. It's equal to 0. Therefore, the curve C, whenever enters inside the circle with radius small r, then it will approaches the origin 0, 0 as t tend to infinity. So the critical point 0, 0 is asymptotically stable.